അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം അത് എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്? അതുപോലെ റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇന്ത്യക്ക് എത്രത്തോളം ഒരു ഉലച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ ഇതിൽ? ലോകത്തിൽ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി വളരെ ഊർജ്ജസ്വലമായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് ഇതിലെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ കാണേണ്ട ചില ആശങ്കകളുണ്ട്. പ്രധാനമായും ഇന്ത്യയും അമേരിക്കയും ലോകത്തിൽ തന്നെ രണ്ട് വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് ആണ് ഒരു ഉഭയകക്ഷി ബന്ധം അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു പ്രസ്താവനയിലൂടെ ആണെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്കറിയാം, ഇൻഡോ EU യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ഈ അടുത്ത് തന്നെ ഒപ്പുവെക്കുകയുണ്ടായി. അതിനായി കുറച്ചധികം ദിവസം തന്നെ അതിന്റെ പല ചർച്ചകളും പല തലത്തിൽ നിന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കന്മാരും ഇന്ത്യൻ പ്രതിനിധികളും എല്ലാം ചർച്ച ചെയ്യുകയും അതിന് അവസാനം ഇത്തരം എഗ്രിമെന്റുകൾ സൈൻ ചെയ്തതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും യൂറോപ്യൻ യൂണിയന്റെ മേലധികാരികളും തമ്മിൽ സംയുക്ത പ്രസ്താവന നടത്തിക്കൊണ്ട് അതിന്റെ ഉടമ്പടികളുടെ വിശദാംശങ്ങളെല്ലാം പരസ്യമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതാണ് വലിയ രാഷ്ട്രങ്ങൾ തമ്മിലും അല്ലെങ്കിൽ വലിയ ഉടമ്പടികളും പുറത്തേക്ക് വിടേണ്ട രീതി. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നല്ല പറയേണ്ടത്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പ്രസ്താവനയായിട്ടാണ് ഈ ഉടമ്പടി ലോകം അറിയുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ എന്താണ് ഇത്രയും ലാഘവത്തോടുകൂടി ഈ അഗ്രിമെന്റ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ അഗ്രിമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യപ്പെടുമ്പോൾ വരുന്ന തീരുവ എന്ന് പറയുന്നത്, അവിടുത്തെ ഇമ്പോർട്ട് ടാക്സ് കേവലം 5-15 അല്ലെങ്കിൽ ഒരു 10-12% ശരാശരി ഉണ്ടായിരുന്ന തീരുവയാണ് പകര തീരുവ 25 അതുപോലെ റഷ്യൻ എണ്ണ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് വീണ്ടും ഒരു അഡീഷണൽ 25% കൂടി ചേർത്തിക്കൊണ്ട് മൊത്തം 50% തീരുവയാക്കി ഉയർത്തിയത്. അത് ഇന്ത്യൻ വിപണിയെ വലിയ തരത്തിൽ ബാധിക്കുകയും ഓഹരി വിപണി മാത്രമല്ല മൊത്തം ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കി. അതിൽ നിന്ന് അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ തീരുവയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയൊന്നും കുറച്ചില്ല എന്ന് മാത്രമല്ല, പരുത്തി പോലെ, കോട്ടൺ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതാക്കുകയും അതേ സമയത്ത് തന്നെ ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് G20 രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചുകൊണ്ട് പല ഉൽപ്പന്നങ്ങൾക്കും, ഇപ്പോ വാൾനട്ട്, ബദാം, ആപ്പിൾ തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇന്ത്യ അതേ സമയം തന്നെ കുറയ്ക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്തെല്ലോ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് പബ്ലിക്കിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിന് മറുപടിയായിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഇത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ഇതിന്റെ പ്രസ്താവനയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു വേഗമായിട്ട് പറയുക അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇല്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, അഗ്രികൾച്ചർ സെക്രട്ടറി തുടങ്ങിയ വലിയ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ട്രംപിനെ പ്രശംസിക്കുന്ന, ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുന്നുണ്ട്. അത് എന്താണ് പ്രശംസിക്കുന്നത്? അമേരിക്കൻ കർഷകർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന അഗ്രിമെന്റ് ആണ് ഇത് എന്നുള്ള രീതിയിലാണ്. അതിനർത്ഥം അമേരിക്കൻ കർഷകർക്ക് നേട്ടമുണ്ടാകുക എന്ന് പറയുകയാണെങ്കിൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് തീരുവ കുറച്ചോ അല്ലെങ്കിൽ തീരുവ ഇല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നു എന്ന് വേണം നമ്മൾ പരോക്ഷമായി വായിക്കാൻ. അത് ഇന്ത്യൻ കാർഷിക വിപണിയെ, പ്രത്യേകിച്ച് ഇന്ത്യൻ കാർഷിക ക്ഷീര വിപണിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അത് എന്താണ്, പരോക്ഷമായിട്ട് തന്നെ വ്യാവസായിക മേഖലയെയും ഇന്ത്യൻ കയറ്റുമതിയെയും വലിയ രീതിയിൽ ബാധിക്കും. ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയെ ഊർജ്ജസ്വലമാക്കാനും ഇന്ത്യൻ സാമ്പത്തിക വളർച്ച ഉയർത്താനുമാണ് ഒരു
സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയാണ് താരിഫിലൂടെ ഇന്ത്യ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി തീരുവ വെച്ചുകൊണ്ടാണ് നമ്മൾ വ്യാപാര നെഗോസിയേഷൻസ്, അതായത് വ്യാപാര ചർച്ചകളിലൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപെടാറുള്ളത്. പക്ഷെ അത് എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വ്യാപാര മേഖലയെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയെ ഒരു വലിയ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു വിമർശനാത്മകമായിട്ട് എന്നല്ല എനിക്ക് പറയാനായിട്ട്, ഇന്ത്യൻ വളർച്ചയെ ബാധിക്കുന്ന ഒരു വലിയൊരു രീതിയിലുള്ള ഒരു ഉടമ്പടിയായി ഇത് മാറുമെന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ കാണാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ രീതിയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ പ്രദീപ്, മറ്റൊരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അതായത് നമുക്ക് സമയത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇറാനുമായിട്ട് എണ്ണ വാങ്ങുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ, അതുപോലെ റഷ്യയുമായിട്ട് എണ്ണ വാങ്ങുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് നമുക്കിപ്പോൾ ഈ താരിഫ് യുദ്ധം തുടങ്ങിയത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, ഒരുപാട് കാലമായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം അത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മുടെ ഇന്ത്യക്ക് ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ഓടിയെത്തിയിരുന്ന ഒരു രാജ്യം തന്നെയാണ്, അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഒരു താരിഫ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അത് ഇന്ത്യ പൂർണ്ണമായിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്നുള്ള ഒരു പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അത് ശരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമാകും. ഇതിനെങ്ങനെയാണ് ഒന്ന് നോക്കിക്കാണുന്നത്? ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് സൂചിപ്പിച്ചോളൂ. കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിലവിൽ തന്നിട്ടില്ല. ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ബന്ധം എന്ന് പറയുന്നത് എണ്ണ വ്യാപാരത്തിനപ്പുറമാണ്. അത് യുദ്ധ സാമഗ്രികളാണെങ്കിലും മറ്റുള്ള മിനറൽസ് ആണെങ്കിലും അങ്ങനെ വളരെ വലിയ തോതിൽ മറ്റു പല മേഖലകളിലും ചരിത്രപരമായിട്ടും ബന്ധമുള്ള ഇരു രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായിട്ടും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇല്ലാതാക്കും എന്നുള്ള. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പൊ ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. ചെറിയ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോ എന്തെങ്കിലും വരുമായിരിക്കാം. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉഭയകക്ഷിയായിട്ട് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഒരു ചർച്ച നടന്നിരിക്കും, അല്ലെങ്കിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ത്യ കുറച്ചുകൂടി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു രാഷ്ട്രമാണ്. അമേരിക്കയെക്കാൾ കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാഷ്ട്രമാണ് റഷ്യ എന്നുള്ളത്. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ വന്നിട്ടുള്ള പല അന്താരാഷ്ട്ര തീരുമാനങ്ങളിലും ഇന്ത്യ റഷ്യക്കൊപ്പം തന്നെ പല രീതിയിലും പരോക്ഷമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് പറയാത്തത് കൊണ്ട് തന്നെ റഷ്യൻ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.